ഹലോ, ശിവരാത്രി മണപ്പുറത്ത് ശിവരാത്രിക്ക് എന്നാൽ പോകാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞങ്ങളുടെ ഗ്യാങ് ആയിട്ടൊന്ന് ഇറങ്ങി നോക്കിട്ടോ. അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്കുന്നത് ഇതുപോലെ കുറേ ഐറ്റംസ് ഒക്കെ കണ്ടു. പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ എൻ്റെ കണ്ണ് തുടക്കിയിട്ടോ. പക്ഷേ ഇതിനകത്തൊന്നും ഞാൻ പർച്ചേസ് ചെയ്യാനായിട്ട് നിന്നില്ല. എൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്, മെയിൻ എയിം എന്നൊക്കെ പറയുന്നത് റൈഡ് കാര്യങ്ങൾ തന്നെയായിരുന്നേ. അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്താണ് ഞാൻ പിന്നെ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് ഫസ്റ്റ് ഏത് റൈഡിൽ കയറുന്ന ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം നല്ല രീതിയിൽ തിരക്ക് കാര്യങ്ങൾ, നല്ല രീതിയിൽ ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല. ഫസ്റ്റ് തന്നെ ഡാൻസിങ് കാറിലേക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ചെറിയ പേടി ഉള്ളിലുണ്ട്, എന്നാൽ അതിനകത്തേക്ക് കയറണം ഒരു ത്വര തന്നെ ഉണ്ടായിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ അവസ്ഥ ഇങ്ങനെയായിരുന്നു കേട്ടോ. വലിയ പേടിക്കാനായിട്ടൊന്നും തോന്നിയില്ല, എന്നാലും വാ പൂട്ടാനായിട്ട് പറ്റുന്നുണ്ടായില്ലായിരുന്നു. ഗ്യാങ്ങിൽ 2-3 ആൾക്കാർ ഛർദ്ദിക്കും തലറുമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ സ്കിപ്പ് ചെയ്തായിരുന്നേ. ബാക്കി ഞങ്ങൾ കുറച്ച് പേര് മാത്രമാണ് ഇത് എൻജോയ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അടുത്ത റൈഡ് ഏത് കയറുന്ന ആലോചിച്ച് വന്നപ്പോഴാണ് അന്ന് ഫ്ലൈം ബോട്ടിൽ കയറണം പറഞ്ഞുകൊണ്ട് ഫ്ലൈം ബോട്ടിലേക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് എൻട്രി ചെയ്തു. ബോട്ടിൽ കയറിയാൽ അതിനകത്ത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണല്ലോ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും അറ്റത്തിരുന്നാലാണ് ആ ഒരു ഫുൾ ഫീല് നമുക്കായിട്ട് അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ബാച്ച് കയറി കഴിഞ്ഞാൽ സെക്കൻഡ് ബാച്ചിലാണ് ഞങ്ങൾ എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അതങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആ സൂക്കേടങ്ങ് മാറി കിട്ടുമെന്ന് പറയില്ലേ, അതേ അവസ്ഥയായിരുന്നു. ഞങ്ങൾക്ക് ഇത് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ഞങ്ങളോട് തന്നെ ചോദിച്ചൊരു അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. അത് ഒരുമാതിരി കാലിനെ കണ്ട അവസ്ഥ. എൻ്റെ 30 മുക്കോടി ദൈവങ്ങളെയും ഞാൻ ആ ഒരു നിമിഷം ഞാൻ സ്മരിച്ചിട്ടുണ്ടായിരുന്നു. അതേ അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഞാൻ പോയിക്കോട്ടെ. അത് കഴിഞ്ഞ് ഈ റൈഡിൽ കയറിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി കുറേ നേരം ഞാൻ മരണക്കിണറിൻ്റെ അവിടെ പോയി വായും വിളിച്ച് നോക്കിയെന്ന്. എൻ്റെ പൊന്നു ആ കാലിലെ പെരുപ്പ് കാര്യങ്ങളൊന്നും മാറുന്ന പോലും ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മരണക്കിണറിൽ എനിക്ക് മര്യാദയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വെച്ച് പിടിച്ച് നമ്മുടെ ആകാശത്തൊട്ടിയിലേക്കാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴല്ലേ മെയിൻ സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പല വഴിക്കായിട്ട് പിരിയേണ്ടതായിട്ട് വന്നു. പലരും പല തൊട്ടിയിലായിപ്പോയി. പിന്നീട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാശ് അങ്ങോട്ട് പോയി എന്നല്ലാണ്ട് ഒന്നും നമുക്ക് ഇങ്ങോട്ട് കിട്ടാനായിട്ടുണ്ടായില്ല കേട്ടോ. കുറേ നേരമൊക്കെ എറിഞ്ഞു നോക്കി, പക്ഷെ നോ രക്ഷ, ഒന്നും കിട്ടാനായിട്ട് പോയില്ല. വെറുതെ നോക്കി നിന്ന് കുതിക്കാനും മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കൂല. നമ്മൾ അടുത്ത ഗെയിം പിടിച്ചപ്പോൾ നമുക്ക് ആകെ കിട്ടിയത് ഒരു കുടുക്കിയായിരുന്നു, കാശ് കൊടുക്കുക. അതിനകത്ത് ഇപ്പോൾ ഒരു 5 രൂപയുടെ തൊട്ടിട്ട് അങ്ങനെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വേറെയും കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ കളിച്ച് പതുക്കെ അവിടെ നിന്ന് എക്സിറ്റ് അടിക്കാനായിട്ട് തീരുമാനിച്ചേ. പക്ഷേ പോകുന്ന വഴിക്ക് ഈ ഒരു റൈഡ് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ഈ ഒരു റൈഡിൽ മാത്രം ഞങ്ങൾ കയറിയില്ല, ബാക്കി എല്ലാം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ. അങ്ങനെ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് നേരെ പോയത് ഫുഡ് അടിക്കാൻ വേണ്ടിയാണോ. ഫുഡ് അടിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് കയറിയപ്പോഴേക്കും ഏകദേശം ടൈം പാതിരാത്രി ആയിട്ടുണ്ടായിരുന്നു, 1:15. വീട്ടിൽ അമ്മ കയറ്റുമാവോ?